ഹായ് ഫ്രണ്ട്സ്. അപ്പോഴേ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ പാലപ്പം ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമുക്ക് അരി കുതിർക്കണ്ട, അതുപോലെ രാത്രി അരച്ച് രാവിലെ വരെ വെയിറ്റ് ചെയ്യണ്ട, ഒന്നും വേണ്ട കേട്ടോ. നമുക്ക് അരച്ച് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞ് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അത്രയും എളുപ്പമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോവാം. അപ്പോഴേ നമ്മൾ ഈ ഒരു പാലപ്പത്തിന് വേണ്ടി എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ് കേട്ടോ. ഞാനിവിടെ ഒരു 3 സ്കൂപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഏകദേശം 1.5 കപ്പ് വരും. അതുപോലെ 1/2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അത്രയും തന്നെ അളവിന് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഈസ്റ്റാണ് ചേർക്കുന്നത്. 3/4 ടീസ്പൂൺ ഈസ്റ്റും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് ഇളം ചൂടുള്ള വെള്ളം കുറച്ച് ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം. മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാലപ്പത്തിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് അടച്ച് വെക്കുകയാണ്. ഇത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് തുറന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് 1 മണിക്കൂർ കഴിഞ്ഞതും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിതൊരു 2-3 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇപ്പോൾ നോമ്പല്ലേ, അപ്പോൾ നമുക്ക് അത്താഴത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാലപ്പം മിക്സ് റെഡിയാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇവിടെ അപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു അപ്പം ഉണ്ടാക്കിയത്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് പാലപ്പം റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ശീലമാണ് കുറച്ച് ഓയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഓയിലിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. നമ്മളിങ്ങനെ നോർമലി കുറച്ച് ദോശയിലൊക്കെ ഓയിൽ ചേർക്കുന്നുണ്ട്, ചേർത്ത് പോയതാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ പാലപ്പം കണ്ടില്ലേ, നല്ല സൂപ്പർ സോഫ്റ്റായിട്ട് നല്ല പഞ്ഞ് പോലെ അല്ലെങ്കിൽ മഞ്ഞ് പോലെ സോഫ്റ്റാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല കിഡിലെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അരിൻ്റെ ആവശ്യമില്ല, അരിപ്പൊടി മതി.